ഹലോ നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി രേവതി സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് വരികയാണ് കേട്ടോ. രേവതി ദേവുവിനോടും അമ്മനോടും പരാതി പറയാണ്. ആൾ വന്ന് കയറി ഉടനെ തന്നെ എന്നെ വേലക്കാരിയാക്കി മാറ്റി. ഒരാൾ വീട്ടിൽ വരുമ്പോൾ അവിടെ വീട്ടിലുള്ളത് വീട്ടുകാരിയാണോ അല്ലെങ്കിൽ ജോലിക്കാരിയാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ സംസാരിക്കാൻ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എനിക്ക് ആ ചൂലുകൊണ്ട് ഒരടിയാണ് തലക്കിട്ട് അടിക്കാൻ തോന്നിയെന്നൊക്കെ പറഞ്ഞത് കേട്ടുകൊണ്ട് വരികയാണ് കേട്ടോ സച്ചി. അപ്പോൾ സച്ചിൻ ഇങ്ങനെ കണ്ട വഴിക്ക് എന്നെ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ വിളിക്കാതേവു എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. അപ്പോൾ സച്ചി ഇങ്ങനെ എന്നിട്ട് പറയും, എന്താ ആരെയാ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണേ എന്ന് ചോദിക്കാനേട്ടോ. ആരെ കുറ്റം പറഞ്ഞതൊന്നുമല്ല, ഞാൻ എൻ്റെ അമ്മേനോടും അനിയത്തിനോട് സംസാരിച്ചാണെന്ന് പറയട്ടോ. ഉവ്വ ഞാൻ കേട്ടു, ആരൊക്കെയോ ചൂലോണ്ട് അടിക്കണമെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടല്ലോ, അതാണോ സാധാരണ രീതിയിൽ സംസാരിക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഞാനില്ലാത്തതൊന്നുമല്ല, ഞാനുള്ളത് തന്നെയാണ് പറഞ്ഞതെന്ന് പറയട്ടോ. അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ വന്നിട്ടുള്ളത് സുധീരെ കൂടെ ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കേൾക്കുന്നത്, എന്തായാലും വിവാഹം ഉറപ്പിച്ചു എന്നുള്ളൊരു കാര്യമൊക്കെ ദേവുവിനോട് രേവതി പറയുന്നത് ഫോണിൽ കൂടെ പറയുന്നത് കേൾക്കുന്നുണ്ട് സച്ചി. അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിന് ചോദിക്കുക, അല്ല ഇപ്പം ഏതോ ഒരു പെണ്ണിൻ്റെ കേസ് പറഞ്ഞല്ലോ, ഒരു പെണ്ണ് വന്നെന്നോ ഉറപ്പിച്ചെന്നോ വിവാഹം ഉറപ്പിച്ചെന്നോ, അതെന്താ സംഭവം എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കും, ഓഹോ ഞാൻ കുറ്റം കുറ്റം പറഞ്ഞെന്നല്ല പറഞ്ഞത്, അതിപ്പോൾ ഇനി നിങ്ങൾക്കും കൂടെ കേൾക്കണമെന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല നീ ഇപ്പോൾ പറയണത് കേട്ടല്ലോ, അതുകൊണ്ട് അറിയാനുള്ളൊരാഗ്രഹം കൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ ചോദിക്കുമ്പോൾ രേവതി പറയും, അത് നിങ്ങളുടെ ചേട്ടൻ സുധി ഉണ്ടല്ലോ, അയാൾക്ക് ഒരു പെണ്ണ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അമ്മ. ആ പെണ്ണ് ബാമാൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, വിവാഹം ഉറപ്പിക്കലൊക്കെ നടന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സച്ചി ഞെട്ടാണ്, വിവാഹം ഉറപ്പിക്കലോ? എൻ്റെ പൊന്നെ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് രേവതിനോട് ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ചോദിക്കാൻ കേട്ടോ. അങ്ങനെ രേവതി പറയാണ്, അതിനെക്കുറിച്ചൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, എന്തായാലും ഇവിടെ ഒരു പെണ്ണ് വന്നു, ശ്രുതിക്ക് വേണ്ടിയിട്ട് വിവാഹം ആലോചിച്ചിട്ടുണ്ടായിരുന്ന ഒരു പെണ്ണാണ്. അപ്പോൾ വിവാഹത്തിന് സമ്മതം പറയാനാണ് അവർ വന്നത്. പക്ഷേ അവർ വന്ന വഴിക്ക് ആ പെൺകുട്ടി വരുമ്പോഴേ ഞാനിവിടെ അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അടിച്ചു പോരുന്ന സമയത്ത് ആണ് ആ പെണ്ണ് വന്നത്. എന്നിട്ട് ഞാനിവിടുത്തെ വേലക്കാരിയാണെന്ന് അവൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നെ വേലക്കാരിയായിട്ട് അവർ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ പെണ്ണ് എങ്ങനെ ഇരിക്കും, എന്ത് കളർ ഡ്രസ്സാണ് ഇട്ടതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ രേവതിക്ക് ദേഷ്യം വരികയാണ്. ആ പെണ്ണ് എങ്ങനെ ഇരിക്കും, ആ പെണ്ണിനെ കാണാൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആ പെണ്ണ് എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കണതെന്നൊക്കെ അറിയാനാണ് നിങ്ങൾക്ക് താല്പര്യം, അല്ലാതെ എന്നെ ഇവിടുത്തെ വേലക്കാരിയായിട്ട് കണ്ടതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സച്ചി പെട്ടെന്ന് അത് തെറ്റിദ്ധരിച്ചതാവുമല്ലോ, പെട്ടെന്ന് അടിച്ചു തന്നെ കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചതാവുള്ളൂ, എന്നാലും ആ പെണ്ണ് എങ്ങനെയുണ്ടെന്ന് പറയുമെന്ന് പറയട്ടോ. അപ്പോൾ രേവതിക്ക് ദേഷ്യം വരാണ് കേട്ടോ. ദേഷ്യത്തോടുകൂടി ഇങ്ങനെ നോക്കാൻ കേട്ടോ. സച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിയും അവിടെ കണ്ടില്ല ഒരു പെണ്ണിനെ, സുധീരെ കൂടെ കണ്ടില്ല. ആ പെണ്ണ് തന്നെയാണോ ഈ പെണ്ണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സച്ചി ചോദിക്കുന്നത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഏട്ടാ ഇത് എങ്ങനെ ഈ പെണ്ണുങ്ങളെങ്ങനെ ഒപ്പിക്കണത് കല്യാണം കഴിക്കാനൊക്കെ, ഒരെണ്ണം കഴിയുമ്പോഴത്തേനും ഒരെണ്ണം അങ്ങനെ ആലോചനയായിട്ട് ഇവന് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. എന്തായാലും എൻ്റെ 50 ലക്ഷം രൂപ തരാണ്ടാണോ അവൻ ഈ കല്യാണം കഴിക്കാൻ പോയിരിക്കുന്നത്, ആരോട് ചോദിച്ചിട്ടാണ് അവൻ ഈ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ രേവതിയോട് ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ രേവതി അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് പറയട്ടോ. ഈ സമയത്ത് രവീന്ദ്രനും ചന്ദ്രമതിയും പുറത്തു പോയിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴാണ് സച്ചിൻ രേവതിയും കൂടി ഈ ഒരു കാര്യം സംസാരിക്കുന്നത് കേൾക്കുന്നത്. അന്നേരം സച്ചി വന്നിട്ട് അമ്മനോട് ചോദിക്കണം, അല്ല മോൻ്റെ വിവാഹമൊക്കെ ഉറപ്പിച്ചു എന്ന് കേട്ടല്ലോ, എന്താ സംഗതി, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അല്ല എൻ്റെ 50 ലക്ഷത്തിൻ്റെ കാര്യം മറന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പറയാൻ കേട്ടോ. ഇത് മറന്നോ, തലയിലടിച്ച് സത്യം ചെയ്തത് മറന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഓർക്കാണ് കേട്ടോ ചന്ദ്രമതി, ഓർക്കാണ് അന്നത്തെ ദിവസം തലയിലടിച്ചിട്ട് 50 ലക്ഷം രൂപ കൊടുത്തോളാം എന്ന് പറഞ്ഞത്. ചന്ദ്രമതി പറയാണ്, അതൊന്നും മറന്നിട്ടൊന്നുമല്ല, അവനൊരു നല്ല വിവാഹ ജീവിതം കിട്ടുന്നതിൽ നിനക്കെന്താണ് ഇത്ര അസൂയ, നല്ലൊരു പെൺകുട്ടിയാണ്, നല്ലൊരു രീതിയിലുള്ള ഒരു ആലോചനയാണ് വന്നിരിക്കുന്നത്, അവനൊരു നല്ല ജീവിതം കിട്ടിക്കോട്ടെ, നീ അതിൽ ഇടങ്കോലിടാൻ നിൽക്കരുത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം സച്ചി പറഞ്ഞു, ഞാനൊന്നിൽ ഇടങ്കോലൊന്നുമില്ല, പക്ഷേ എൻ്റെ 50 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ തരാതെ അവൻ്റെ കല്യാണം നടക്കുമെന്ന് വിചാരിക്കേണ്ട. എന്നിട്ട് സച്ചി പറയണം, അല്ല ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, കല്യാണത്തിൻ്റെ അന്ന് ഓടിപ്പോയത് അവൻ പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രനും ചന്ദ്രമതി മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചിക്ക് മനസ്സിലാവാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് രേവതി ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ.
അപ്പോൾ സച്ചിക്ക് മനസ്സിലായി, ആഹാ അത് പറഞ്ഞിട്ടില്ലല്ലേ, അത് പറയാണ്ടാണ് നിങ്ങൾ ഈ കല്യാണം നടത്തുന്നത്. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. എൻ്റെ 50 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ വെച്ച് തരാതെ അവൻ ഈ കല്യാണത്തിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കൂല. അവനെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ഞാൻ തന്നെ അവളോട് പോയി പറഞ്ഞു കൊടുത്തോളാം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി, നിൻ്റെ പൈസ അവൻ തന്നോളൂ, അതിന് നീ ഇനി അവനോ ഈ ഒരു കാര്യമൊന്നും ചെന്ന് പറയാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചി അച്ഛനോട് പറയണം, അച്ഛാ ശ്രീയോട് വരാറായോ എന്ന് ചോദിച്ചു നോക്കിയേ. അല്ല, ഇനിയിപ്പോൾ അവൻ ആദ്യത്തെ കല്യാണത്തിന് ഒളിച്ചോടി പോയപ്പോൾ ദേ നിൽക്കണ് എൻ്റെ തലയിൽ കെട്ടി വെച്ച ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് രേവതിനെ കാണിക്കാൻ കേട്ടോ. രേവതിക്ക് അങ്ങ് ദേഷ്യം വരാണ് കേട്ടോ. അപ്പം എൻ്റെ തലയിൽ ഇവളായതുപോലെ ഇനിയിപ്പോൾ ഇവൻ ഈ പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ അവൾ ആരെങ്കിലും കെട്ടണ്ടേ? അപ്പോൾ ശ്രീയോട് വരാൻ പറയും. ശ്രീക്ക് ഇപ്പം വിവാഹം കഴിക്കാനായിട്ടുള്ള നല്ല സമയമാണെന്ന് ജോത്സ്യർ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശ്രീയോട് വരാൻ പറയുമെന്ന് പറയാം കേട്ടോ. അനിയനോട് നാട്ടിലേക്ക് വരാൻ പറയാനായിട്ട് അച്ഛനോട് പറയാൻ കേട്ടോ. രവീന്ദ്രൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഒരു ഫോൺ വരുന്നത്. ഫോൺ വന്നത് വേറെ ആരുമല്ല, ശ്രീയാണ്. അവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് ഞാനിങ്ങോട്ട് വരികയാണ് അച്ഛാന്ന് പറയുമ്പോൾ വേഗം തന്നെ സച്ചി ഫോൺ മേടിച്ചിട്ട് പറയണേ, വേഗം തന്നെ വരണം കേട്ടോ, ഇവിടെ വലിയൊരു സംഭവം നടക്കുന്നുണ്ട്, നീയും ഒരു കുടുംബനാഥനാവാൻ പോകുകയാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം എന്തായാലും സുധി വിവാഹത്തിൻ്റെ അന്ന് ഒളിച്ചോടി പോകും, ആ പെൺകുട്ടിയെ വീണ്ടും അനിയൻ തന്നെ കല്യാണം കഴിക്കേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ചന്ദ്രമതിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരികയാണ്. രേവതി അങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പറയും, എന്തായാലും വീണ്ടും പറയാണ് കേട്ടോ, ഇവളെൻ്റെ തലയിലായ പോലെ തന്നെ വീണ്ടും വേറൊരുത്തൻ്റെ തലയിൽ വേറൊരു പെൺകുട്ടിയാവാൻ പോകും, ഈ ഒരു ഫ്രോഡ് കാരണം ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കാന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഏത് നേരവും രേവതി ഇങ്ങനെ രേവതി തലയിലായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സച്ചിനോട്. ദേഷ്യത്തോടു കൂടിയിട്ട് സച്ചിനെ കണ്ണുരുട്ടി നോക്കുന്നൊക്കെയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയാണ്, എന്തായാലും കല്യാണം നടക്കണം എന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ വെച്ച് തരണം തന്നെ സച്ചി പറയാണ് കേട്ടോ. അങ്ങനെ സച്ചി അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. ഇതേ സമയം ശ്രുതിയും മീരയും കൂടിയിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങാനായിട്ട് ഒരു ഷോപ്പ് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഷോപ്പ് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലും സ്ത്രീകൾ നടത്തുന്നതായതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ചെന്ന് ചോദിക്കുന്നതുകൊണ്ട് തന്നെ അവർ സമ്മതിക്കുന്നില്ല കേട്ടോ, ഷോപ്പ് കൊടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു ഷോപ്പ് കാണാൻ ചെല്ലുമ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ഓണറൊക്കെ ആയിട്ട് ശ്രുതി വഴക്കടിക്കുന്നുണ്ട് കേട്ടോ. പെണ്ണായതുകൊണ്ട് തരില്ലേ, നിങ്ങൾ ആണുങ്ങൾ ഇങ്ങനത്തെ ഉള്ള ആണുങ്ങൾ കാരണമാണ് പെണ്ണുങ്ങൾക്ക് ഉയർച്ചയിൽ എത്താൻ പറ്റാത്തത്, തൻ്റെ കട എനിക്ക് വേണ്ടടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രുതിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പം മീര ചോദിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിൽ 5000 രൂപയേ ഉണ്ടാവുള്ളൂ, എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല, പിന്നെ എങ്ങനെയാണ് ഈ പൈസ കണ്ടെത്താന്ന് പറയുമ്പോൾ പൈസ ഒക്കെ കണ്ടെത്താനായിട്ട് ഒരു വഴിയുണ്ടെന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തോ ഒരു ആലോചന, അതായത് ഒരു നിശ്ചയം മനസ്സിൽ ശ്രുതിര ഉണ്ട്, പൈസ എങ്ങനെയെങ്കിലും ഒപ്പിക്കുക എന്നുള്ളത്. മിക്കവാറും അത് ചന്ദ്രമതിയിൽ നിന്ന് വാങ്ങാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയായിരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ആ ഒരു കിട്ടാതെ പോവുകയാണ് കേട്ടോ. ഈ ഒരു ഷോപ്പ് കിട്ടാതെ ശ്രുതി അതുപോലെ തന്നെ മീരയും കൂടെ മടങ്ങി പോവുകയാണ്. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രാത്രി ആകുമ്പോൾ സച്ചി വരികയാണ്. സച്ചി വന്നിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ രേവതി മുഖം അങ്ങനെ വീർത്ത് കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. രേവതിയുടെ മുഖം കാണുമ്പോൾ സച്ചി ചോദിക്കും, എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി ഒന്നും മിണ്ടുന്നില്ല. എന്താ ഒന്നും പറയാത്തത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നാവ് ഇത്രയും ഉണ്ടല്ലോ എന്നൊക്കെ പറയും കേട്ടോ. ഞാൻ എന്തിനാണ് ഏത് നേരം നിങ്ങളോട് വർത്താനം പറയാൻ നിൽക്കുന്നത്, എനിക്ക് അതിൻ്റെ കാര്യമില്ല, ഞാൻ എന്തായാലും നിങ്ങളുടെ തലയിലായതാണെന്നല്ലേ പറയുന്നത്, എനിക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുകയാണ്. സച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, രേവതിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവാണ് കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ തുറന്ന് കാര്യം പറയുന്നു കേട്ടോ. ഇങ്ങനെ മനസ്സിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് എന്താ കാര്യം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് തുറന്ന് പറയാനാണ്, ഏത് നേരം നോക്കിയാലും ഞാൻ തലയിലായി എന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അത് സത്യമല്ലേ എന്ന് നോക്കിയാണ് കേട്ടോ. അപ്പോൾ രേവതിക്ക് വീണ്ടും ദേഷ്യം വരാണ് കേട്ടോ. എന്തിനാണ് അങ്ങനെ പറയുന്നത്, അന്നങ്ങനെ കല്യാണം നടന്നു പോയി, ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇനിയിപ്പോൾ അത് വീണ്ടും നിങ്ങളത് പറയുമ്പോൾ ഞാൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും അങ്ങനെ തലയിലായി എന്ന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒരു ഫോൺ എടുത്തിട്ട് അതിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് എല്ലാ ദിവസവും അമ്പലത്തിൽ പാട്ട് വയ്ക്കുന്നത് പോലെ വെക്കുക. അല്ലാതെ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ഏതു നേരം പറഞ്ഞ് നിങ്ങളുടെ വായിലെ നാവ് വേദനിക്കണ്ട എന്ന് പറയാണ് കേട്ടോ രേവതി. സച്ചി പറയും, അത് ഇപ്പം ഇത് പറയാൻ മാത്രം എന്തുണ്ടായി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ചേട്ടനെ നിങ്ങൾ ദേഷ്യപ്പെട്ട് ഓരോന്നും പറയുന്നതിനിടയിൽ വീണ്ടും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്, നിങ്ങളുടെ ചേട്ടനോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തോ, അതല്ലാതെ ഞാൻ തലയിലായി എന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടാണ് കേട്ടോ.
അപ്പോൾ സച്ചി പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, തലയിലായി എന്നുള്ളത് സത്യം തന്നെയാണ്. ഒരു വിവാഹം പോലും വേണ്ടാന്ന് വെച്ചിരിക്കണ എൻ്റെ തലയിലേക്ക് നിന്നെ എടുത്തു വെച്ചത് അവൻ കാരണമല്ലേ എന്ന് ചോദിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവനോടുള്ള ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞതെന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നിട്ട് കഴിക്കാൻ പറ്റുന്നില്ലത് ഇപ്പം തന്നെ കണ്ടില്ലേ, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇരുത്തിയിട്ട് ഈ ഇപ്പോൾ വായിട്ട് അലച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം തരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയാണ് കേട്ടോ, ഇനി മേലിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വിരൽ ചൂണ്ടി സംസാരിക്കാൻ കേട്ടോ ഒരു സച്ചിയുടെ എടുത്ത്. അപ്പോൾ സച്ചി പറയും ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ തലക്കടിക്കാൻ പോണ പോലെ കാണിക്കുകയാണ്. നീ അടിക്കുമോ എന്നെ ചോദിക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി ആ പ്ലേറ്റ് എടുത്തിട്ട് ടേബിൾ മേൽ വെച്ച് കൊടുക്കും കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട്. ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതി ബാക്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവരെ വഴക്ക് കേട്ട് രസിച്ച് നിൽക്കുകയാണ്. രേവതിയാണെന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റ് അവിടെ വെച്ച് കൊടുത്ത് ദേഷ്യത്തോട് കൂടിയിട്ട് കിച്ചണിലേക്ക് പോകാനായിട്ട്. കിച്ചണിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു അങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് ഒറ്റയടി സിങ്കിലേക്ക് അങ്ങനെ വലിച്ചെറിയും കേട്ടോ. അപ്പോൾ നല്ല ഒച്ച വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ സച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം എങ്ങനെ കഴിക്കുള്ളൂ, വഴക്കിട്ടും പോവുകയും ചെയ്ത് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റണമില്ല. എന്നിട്ട് എഴുന്നേറ്റ് വെക്കും. എന്നിട്ട് വീണ്ടും പറയും ഞാനെന്തിനാണ് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത്, എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ കഴിക്കാനിരിക്കുന്ന സമയത്ത് വീണ്ടും രേവതി 1-2 പാത്രമൊക്കെ എടുത്തിട്ട് സിങ്കിലേക്ക് ഇങ്ങനെ എറിയാണ് കേട്ടോ, ദേഷ്യം വന്നിട്ട്. അപ്പോൾ സച്ചി അവിടെ നിന്ന് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ട്, നീ എന്തിനാണ് ആ പാത്രങ്ങളോട് തീർക്കണതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി പിന്നിൽ നിൽക്കുന്ന കഥ അറിഞ്ഞിട്ടില്ല കേട്ടോ സച്ചി. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്, ഇവളെ തുരത്താനായിട്ട് വേറെ ആരും വേണ്ട, ഇവൻ തന്നെ മതി എന്നുള്ളൊരു കാര്യം മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ സച്ചിങ്ങനെ പോകാനായിട്ട് റെഡിയാകുമ്പോൾ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്, ഓട്ടം പോകാനായിട്ട്. ആ സമയത്ത് രേവതി അവിടെ തറ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി വന്നിട്ട് ആ വെള്ളം ഒന്ന് എടുത്തന്നേന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതിയെല്ലാം മൈൻഡൊന്നും ചെയ്യില്ല കേട്ടോ. അത് നിന്നോടല്ലേ പറഞ്ഞത് ആ വെള്ളം എടുത്ത് തരാമെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ തലയിലായതല്ലേ, ഞാൻ എന്തിനാണ് നിങ്ങളോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ സംസാരിക്കാൻ വരുന്നത്, നിങ്ങളുടെ കയ്യെത്തുന്ന ദൂരത്തിൽ തന്നെ ഇല്ല ആ വെള്ളം ഇരിക്കുന്നത്, എടുത്ത് കുടിച്ചോ എന്ന് പറയും കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ ദേഷ്യം നിന്നോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം എടുത്ത് കുടിക്കാനിട്ട്. ഈ സമയത്താണ് സൂചി ഒരുങ്ങി റെഡി ആയിട്ട് എവിടേക്കോ പോകാനായിട്ട് നല്ല ഷർട്ടൊക്കെ ഇട്ട് തേച്ച് വരികയാണ് കേട്ടോ. ഇൻസൈഡൊക്കെ ചെയ്തിട്ട് നല്ല കുട്ടപ്പനായിട്ട് വരികയാണ്. ആഹാ പോകുകയാണ് അവൻ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ സച്ചി അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അല്ല പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, നിനക്ക് വേലയില്ല കൂലിയില്ല, നിനക്ക് എങ്ങനെ എവിടെ നിന്ന് കിട്ടുന്ന ഈ ഇത്ര നല്ല ഷർട്ടുകളൊക്കെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അല്ല എൻ്റെ കാശിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുധി പറഞ്ഞു അത് തരാമെന്ന് ഞാൻ പറഞ്ഞില്ല, എങ്ങനെ തരും, നിനക്ക് ജോലിയില്ല ഒന്നുമില്ല, അതായത് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകണം, നീ കല്യാണം കഴിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിനക്ക് ഇതൊക്കെ സാധിക്കുന്നത്, 3 മാസമായിട്ടില്ല ഒരുത്തി തലേന്ന് പോയിട്ട് 50 ലക്ഷം പറ്റിച്ചിട്ട് ഇതാ വീണ്ടും ഒരെണ്ണത്തിനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കുറേ കളിയാക്കാണ് കേട്ടോ സുധിനെ. അതിന് ശേഷം സുധിയുടെ അടുത്ത് ചെന്നിട്ട് നീ ഇപ്പോൾ തൽക്കാലം എൻ്റെ കാശ് തരാണ്ട് എങ്ങോട്ടും പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ അയൺ ചെയ്ത് ഇൻസൈഡ് ചെയ്തൊക്കെ ചെയ്തിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തുങ്ങാട്ട് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചിടുന്നുണ്ട്. ഇത് കണ്ടിട്ട് രേവതി രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പിടിവലി കൂടുന്നിട്ട് രേവതി അച്ഛനെ വിളിക്കാനിട്ട് അച്ഛ ഓടി വായോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അച്ഛനും അതായത് ചന്ദ്രമതിയും രവീന്ദ്രനും കൂടെ ഓടി വരും. എന്താടാ നീ രണ്ടുപേരും ഇങ്ങനെ പിള്ളേരെ പോലെ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം ചോദിക്കുകയാണ് അല്ല എൻ്റെ 50 ലക്ഷം രൂപ തരാണ്ട് ഇവനെ അണിഞ്ഞൊരുങ്ങി എവിടേക്കാണ് പോണേന്ന് അറിയണ്ടേ, ആ പെണ്ണിനെ കാണാൻ പോകാനാണോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നടക്കാനിരിക്കും, പക്ഷേ ഈ കല്യാണം നടക്കുമെന്ന് വിചാരിക്കണ്ട കേട്ടോ, 50 ലക്ഷം രൂപ തരാണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ സച്ചി. അപ്പം ചന്ദ്രമതിക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്, നീ എന്താണ് ഈ കാണിക്കുന്നത്, നീ ഏത് നേരം പൈസയുടെ കാര്യത്തിൽ കണക്ക് പറയും, ഇവിടെ എല്ലാവർക്കും പൈസ മാത്രം മതിയെന്ന് സുധി പറയാണ് കേട്ടോ. അപ്പോൾ പറയും ഓഹോ നിനക്ക് പൈസ വേണ്ടല്ലോ, അതുകൊണ്ടല്ലേ നീ ആ 50 ലക്ഷം രൂപ കൊണ്ട് മുങ്ങിയതെന്നൊക്കെ പറയാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.